കടലും തീരവും വ്യവസായ മൂലധനമായി കാണുന്ന ബ്ലൂ എക്കണോമി നയങ്ങളുടെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി ഓഫ്ഷോർ മൈനിംഗ് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് കേരളത്തിൽ കൊല്ലം ജില്ലയ്ക്ക് അഭിമുഖമായ കടലിലാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കുപ്രകാരം കേരളത്തിന്റെ പുറംകടലിൽ ഖനനം ചെയ്തെടുക്കാവുന്ന 745 ദശലക്ഷം ടൺ മണൽ ശേഖരമുണ്ടെന്നും ഇതിൽ കൊല്ലം കടലിനെ 3 ബ്ലോക്കുകളാക്കി തിരിച്ച് അവിടെ നിന്നും ഏകദേശം 300 ദശലക്ഷം ടൺ മണൽ ഖനനം ചെയ്തെടുക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നിർദ്ദിഷ്ട പദ്ധതി. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന സാമൂഹികവും പാരിസ്ഥിതികവുമായ ആഘാതത്തെപ്പറ്റി യാതൊരു പഠനവും നടത്തിയിട്ടില്ല. 2016 CMFRI നടത്തിയ സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രോളറുകൾ പ്രവർത്തിക്കുന്നത് കൊല്ലത്താണ്, 948. കൂടാതെ 205 റിംഗ്സിനുകളും മെക്കനൈസ്ഡ് ആൻഡ് മോട്ടോറൈസ്ഡ് ആയിട്ടുള്ള 3000-ഓളം വള്ളങ്ങളും ഇവിടെയുണ്ട്. ഇവ പ്രധാനമായും നീണ്ടകര, തങ്കശ്ശേരി തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുവരുന്നു. ഞാൻ കൊല്ലം സ്വദേശിയാണ്, ഒരു കടൽപ്പണിക്കാരൻ കൂടിയാണ്. ഇപ്പോൾ കൊല്ലം പരപ്പിൽ ഡ്രെഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, അതായത് ഈ കൊല്ലം പരപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ഥിരമായിട്ട് കടൽപ്പണി എടുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവിടെ മാത്രമല്ല, അതിനുമപ്പുറം, അതിന് പടിഞ്ഞാറും, അതായത് കൊല്ലം പരപ്പെന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം കരയിൽ നിന്നും 50 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് ഒരു കുറേ പോകുമ്പോൾ 250 മാറി തന്നെ വീണ്ടും ഒരു പരപ്പ് വരികയാണ് ചെയ്യുന്നത്. ഞങ്ങൾ അവിടെയും പോയി പണിയാറുണ്ട്. അത് തന്നെ ഏകദേശം ഒരു 120 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയേറെ പുരോഗമിച്ചിട്ടും നമ്മുടെ കൺമുന്നിലെ കടലിൻ്റെ അടിത്തട്ടിൻ്റെ പ്രത്യേകതകൾ, പ്രത്യേകിച്ച് അവിടുത്തെ ആവാസ ഇടങ്ങൾ, പാരിസ്ഥിതിക പ്രത്യേകതകൾ, അവയെപ്പറ്റി ഇനിയും നമുക്ക് അധികം വിവരങ്ങളൊന്നും ലഭ്യമല്ല. അതിനെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ പോലും അത്യപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഈ സാഹചര്യത്തിൽ ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫും സ്കൂബ കൊച്ചിനും കടൽപ്പണിക്കാരും ചേർന്ന് നമ്മുടെ കടലിൻ്റെ അടിത്തട്ടിൻ്റെ പാരിസ്ഥിതിക പ്രത്യേകതകളെപ്പറ്റി നടത്തിയ ചിത്രീകരണം, അവയുടെ ദൃശ്യങ്ങൾ ഏറെ പ്രസക്തമാണെന്ന് ഞങ്ങൾ. നമ്മുടെ കടലടിത്തട്ട് പ്രധാനമായും മണലാരണ്യം പോലെയാണെന്നത് ശരിതന്നെ. എന്നാൽ ഈ മണൽപ്പരപ്പ് കടലിലെ അസംഖ്യം ജീവജാലങ്ങളുടെ ആവാസ ഇടമാണ്. പത്ത് വർഷം മുൻപ് വിഴിഞ്ഞത്ത് ഡ്രെഡ്ജിംഗ് നടന്നപ്പോൾ നാം അത് കണ്ടു. ഈ മണൽപ്പരപ്പുകൾക്ക് പുറമേ ഉറച്ച പ്രതലങ്ങളുള്ള പ്രദേശങ്ങളും കടലടിത്തട്ടിലുണ്ട്. കരയിലെ ഭൗമ ഉപരിതലത്തിൽ നിറയെ വിസ്മയ കാഴ്ചകൾ പ്രകൃതി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് പോലെ കടലിനടിയിലെ ഭൂതലത്തിലും പ്രകൃതി കരുതി വച്ചിരിക്കുന്ന കാഴ്ചകൾ നിരവധിയാണ്. കടലിനടിയിൽ ഉറച്ച തറകളുള്ള ഇടം വ്യത്യസ്ത ജന്തുജാലങ്ങളുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ്. ഉറച്ച പ്രതലത്തിൽ വേരുറപ്പിച്ചു നിൽക്കുന്ന ഇവ ഒറ്റനോട്ടത്തിൽ സസ്യങ്ങളാണെന്ന് തോന്നാം. എന്നാൽ ഇവ ജന്തുലോകത്തിൽപ്പെടുന്ന ജീവികളാണ്. കടലിലെ മിക്ക ജന്തുജാലങ്ങളും അവയുടെ പ്രജനനത്തിനായി ഉപയോഗിക്കുന്ന ഇടമാണ് തറപ്പാരുകൾ. നമ്മുടെ കടലടിത്തട്ടിൽ ഉയർന്നു നിൽക്കുന്ന ചില പാറപ്പാരുകളുണ്ട്. ചെറുതും വലുതുമായ നിരവധി മത്സ്യങ്ങൾ കൂട്ടം കൂടി വസിക്കുന്ന ഇടമാണിത്. അവ ഇവിടെ താവളമടിക്കുന്നതിന് പ്രധാന കാരണം അവയ്ക്ക് ആവശ്യമായ ഇര എളുപ്പത്തിൽ ലഭിക്കുമെന്നതിനാലാണ്. നമ്മുടെ കടൽപ്പണിക്കാർ 1980കളുടെ തുടക്കം മുതൽ കൃത്രിമപ്പാരുകൾ നിർമ്മിച്ചതിനു പിന്നിലും ഈ കടലറിവാണ്. ഇനി നമുക്ക് കടൽ മണൽ ഖനനം നടത്താൻ പോകുന്ന കൊല്ലത്തേക്ക് വരാം. വർക്കല മുതൽ അമ്പലപ്പുഴ വരെ 85 കിലോമീറ്റർ ദൈർഘ്യത്തിലും 3300 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുമുള്ള കടൽ പരമ്പരാഗത കടൽ പണിക്കാർക്കിടയിൽ
കൊല്ലം പരപ്പ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. ഇവിടം 3 ബ്ലോക്കുകളായി തിരിച്ച് ഏകദേശം 300 ദശലക്ഷം ടൺ മണൽ ഖനനം ചെയ്ത് അരിച്ചെടുത്ത് കച്ചവടം നടത്താനുള്ള കരാറാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത് കടലിലെ ആവാസയിടങ്ങളെയും കടൽപ്പണിക്കാരെയും ബാധിക്കുമെന്നതാണ് നിലവിലെ ആശങ്ക. അതായത് ഈ ഡ്രഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, ഈ പറയുന്ന ട്രോളിംഗ് ബോട്ടാകട്ടെ, ഈ പറയുന്ന ചൂണ്ടവള്ളക്കാരാകട്ടെ, ഞങ്ങളെല്ലാവരും പണിയെടുക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഇവർ ഡ്രഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒന്ന് നടന്നാൽ ഞങ്ങൾ ഈ പണിയും കളഞ്ഞുകൊണ്ട് വേറെല്ല പണിക്ക് പോകേണ്ടി വരും. ഞങ്ങളുടെ കുടുംബം വഴിയാധാരാവും. ഞങ്ങൾ സാധാരണ ഡൈവിന് പോകുമ്പോൾ ഓരോ ലൊക്കേഷനിലെയും ഡൈവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും, അതായത് കടലിൽ യാത്ര ചെയ്ത സമയം, ദൂരം, എത്തിയ സ്ഥലത്തെ GPS ഡീറ്റെയിൽസ്, ഡെപ്ത്, ഡൈവ് ടൈം മുതലായവയെല്ലാം അപ്പോൾ തന്നെ ഡൈവ് ലോഗ് ബുക്കിൽ എഴുതി സൂക്ഷിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊല്ലം വാടിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് ശക്തികുളങ്ങരയ്ക്ക് നേരെ 22-ാം പാരിൽ ഡൈവ് ചെയ്യാൻ പോയി. 17.5 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വന്നു അവിടെ എത്താൻ. അവിടെ ഡൈവ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഡൈവ് കമ്പ്യൂട്ടറിൽ കാണിച്ച ഡെപ്ത് 40 മീറ്ററാണ്. അതായത് സർക്കാർ പറയുന്ന 50 മീറ്റർ ആഴമുള്ള കടലിലെത്താൻ അധികമൊന്നും സഞ്ചരിക്കേണ്ടി വരില്ല. അതുകൊണ്ടുതന്നെ നിസ്സംശയം പറയാം, കടൽ മണൽ ഖനനത്തിനുള്ള ലൈസൻസ് കടലോര സമൂഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നുകയറുവാൻ കുത്തകകൾക്ക് നൽകുന്ന ലൈസൻസ് കൂടിയാണ്. ഇനി നമുക്ക് കൊല്ലം പരപ്പിലെ വ്യത്യസ്ത സമുദ്ര ആവാസയിടങ്ങളെ പരിചയപ്പെടാം. കൊല്ലം പരപ്പിലെ തെക്കേയറ്റമായ വർക്കലക്കെട്ടിലെ പാരാണിത്. പരലി, പുളിമീൻ, പോള, പാര മുതലായ മീനുകളുടെ സ്ഥിരം ആവാസയിടം. തണുപ്പുകാലമാകുമ്പോൾ പുറം കടലിലെ കലവകളും ചെമ്പല്ലികളും ഇവിടെ വന്നു തമ്പടിക്കും. ഇത് പരവൂരിലെ തീരക്കടൽ പാര്. കടലിനടിയിലെ നിഗൂഢമായ ഹരിത രഹസ്യങ്ങളുടെ ഈറ്റില്ലമാണ് പരവൂരിലെ വെട്ടുകൽ പാരുകൾ. ഇവിടെ എത്തിയാൽ ഭൂമിയുടെ ആദിമ പ്രകൃതി കാണുന്നതുപോലെ തോന്നും. ഒപ്പം ഇവയും പ്രകൃതിയിലെ നമ്മുടെ സഹജീവികളാണെന്ന് അറിയുന്നതിലെ ആശ്ചര്യവും. കൊല്ലത്തെ കടലിനടിയിലെ പാരുകളെല്ലാം തന്നെ വെട്ടുകൽ പാരുകളാണെന്നാണ് കടൽ പണിക്കാരുടെ പണിയറിവ്. അത് ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ കാഴ്ച. മീനുകൾക്ക് യഥേഷ്ടം ഇര തേടാനും ഓടി ഒളിക്കാനും പ്രജനനം നടത്താനും സൗകര്യമൊരുക്കുന്ന പാരിടങ്ങൾ മാത്രമല്ല, സമുദ്ര ജീവജാലങ്ങൾക്കിടയിൽ അപൂർവ ഇനം ജനുസിൽപ്പെടുന്ന ഹാർഡ് കോറലുകളും സോഫ്റ്റ് കോറലുകളും സീ വിപ്പുകളും ഗോർഗോണിയൻ സീ ഫാനുകളും ഇവിടെ സുലഭമാണ്. വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പട്ടിക 1-ൽ ഉൾപ്പെട്ടിട്ടുള്ള വംശനാശ ഭീഷണി നേരിടുന്നവയാണ് ഇവയെന്നത് കടൽ മണൽ ഖനന നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൗരവമേറുന്നു. കൊല്ലത്ത് 40 മീറ്റർ ആഴമുള്ള കടലിൽ ഞങ്ങൾ നടത്തിയ ഡൈവ് ഏറെ കൗതുകകരമാണ്. സാധാരണ സീറോ വിസിബിലിറ്റിയിൽ ഞങ്ങൾ ഡൈവ് നടത്താറില്ല. എന്നാൽ കൊല്ലത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഡൈവ് ചെയ്ത് ഞങ്ങൾ 15 മീറ്റർ പിന്നിട്ടപ്പോൾ കടലിലെ വെളിച്ചം പതിയെ മങ്ങി ഇല്ലാതെയായി. എന്നാൽ കൂരിരുട്ടിൽ പരസ്പരം ചേർത്തുപിടിച്ച് അടിത്തട്ടിലെത്തി ഞങ്ങൾ തെളിച്ച ടോർച്ച് വെട്ടം കാട്ടിത്തന്നത് അവിടെയും അപൂർവ ഇനം കോറലുകളുടെ സാന്നിധ്യമുണ്ടെന്നാണ്. കൊല്ലം പരപ്പിലെ കടൽപ്പാരുകൾ ജൈവസമ്പന്നമാണെന്നത് അവിടുത്തെ കടൽപ്പണിക്കാരുടെ ചെയ്തറിവ് മാത്രമല്ല, അവിടെ നിന്നും പകർത്തിയ ദൃശ്യങ്ങളും അത് ശരിവയ്ക്കുന്നു. ദ സേഫ്റ്റി ഓഫ് സ്മാൾ സ്കെയിൽ ഫിഷർഫോം ഈസ് അൾട്ടിമേറ്റ്ലി റിലേറ്റഡ് വിത്ത് ദ സേഫ്റ്റി ഓഫ് മറൈൻ റിസോഴ്സ് ആൻഡ് മറൈൻ എക്കോസിസ്റ്റംസ് എന്നാണ്. അതേസമയം
ദ സേഫ്റ്റി ഓഫ് കോർപ്പറേറ്റ് ബിസിനസ് എന്നത് നമ്മുടെ പ്രകൃതിയുടെ വിഭവങ്ങളെ യഥേഷ്ടം ചൂഷണം ചെയ്യാനും ലാഭമുണ്ടാക്കാനും സഹായകമായ നിയമങ്ങൾ ഉണ്ടാക്കുകയും നിയമ ഭേദഗതികൾ ഉണ്ടാക്കുകയും എന്നതാണ്. നിർഭാഗ്യവശാൽ ഇക്കഴിഞ്ഞ 2011 മുതൽ വിശിഷ്യ 2018 ശേഷം ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് കടൽ മൈനിങ്ങുമായി ഓഫ് ഷോർ മൈനിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ തീരെ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള എല്ലാ നിയമങ്ങളും ഈ പറയുന്ന കോർപ്പറേറ്റ് ബിസിനസ്സിനെ സഹായിക്കുന്നതും കടലോരവാസികൾക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്നതുമാണ്. കൊല്ലത്ത് കടൽ മണൽ ഖനനം നടന്നാൽ അവിടുത്തെ കടലടിത്തട്ടിലെ ആവാസ ഇടങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക്, അതുവഴി അതിനെ ആശ്രയിക്കുന്ന കടൽപ്പണിക്കാർക്ക് എന്ത് സംഭവിക്കുമെന്നറിയാൻ മറ്റെങ്ങും പോകേണ്ട. 2016 വിഴിഞ്ഞത്ത് അദാനി തുറമുഖ നിർമ്മാണത്തിൻ്റെ ഭാഗമായി നടത്തിയ ഡ്രെഡ്ജിങ്ങും അതിലൂടെ അതിന് സമീപസ്ഥമായിട്ടുള്ള കടലടിത്തട്ടിലെ ആവാസ ഇടങ്ങൾക്കും എന്ത് സംഭവിച്ചു എന്ന് കണ്ടാൽ മതി. ഇത് 2015 വിഴിഞ്ഞത്തിന് ഏതാണ്ട് 2.5 കിലോമീറ്റർ തെക്ക് പെരുമാക്കല്ലിനടുത്ത് 9 മീറ്റർ ആഴമുള്ള കടലിൽ നിന്നും FML പകർത്തിയ ദൃശ്യം. നിയോ സെബല്ലാരിയ ഗ്ലാഡൻസ്റ്റീന എന്ന അപൂർവ ഇനം ട്യൂബ് വേംസിന്റെ കോളനി. എന്നാൽ 2016 വിഴിഞ്ഞത്ത് അദാനി തുറമുഖ നിർമ്മാണത്തിന്റെ ഭാഗമായി ഡ്രെഡ്ജിംഗ് തുടങ്ങി ഏതാനും ആഴ്ച കഴിഞ്ഞ് ഞങ്ങളവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഏതൊരു പ്രകൃതി സ്നേഹിയെയും ഞെട്ടിപ്പിക്കുന്നതാണ്. 25 വർഷക്കാലം തുടർച്ചയായി കൊല്ലം പരപ്പിൽ മണൽ ഖനനം നടത്തിയാൽ അത് അവിടുത്തെ കടലിലെ ആവാസയിടങ്ങളെയും ജീവജാലങ്ങളെയും കടൽപ്പണിക്കാരുടെ ജീവിതത്തെയും തകർത്തെറിയും എന്നതിൽ യാതൊരു സംശയവുമില്ല.